വൈകുണ്ഠത്തിൻ്റെ ദ്വാരപാലകരായിരുന്നു ജയവിജയന്മാർ. ഒരിക്കൽ അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനത്കുമാരന്മാർ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാൻ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ കുട്ടികളുടെ രൂപത്തിലുള്ള അവരെ പരിഹസിക്കുകയും തടയുകയും ചെയ്തു. ഇതിൽ വിഷമിച്ച സനത്കുമാരന്മാർ രൂപം നോക്കി ആളുകളെ വിലയിരുത്തരുതെന്ന് ജയവിജയന്മാരോട് ആവശ്യപ്പെടുന്നു. വൈകുണ്ഠത്തിൽ നിന്നും സ്ഥാനം നഷ്ടപ്പെട്ട് ഭൂമിയിൽ 7 തവണ ജനിച്ച് നരകയാതന അനുഭവിക്കട്ടെ എന്ന് ശപിക്കുന്നു. അതേസമയം അവിടെ എത്തിച്ചേർന്ന മഹാവിഷ്ണുവിൻ്റെ അപേക്ഷ മാനിച്ച് ഒരു അവസരം അവർക്കായി നൽകുന്നു. ഭൂമിയിൽ 7 തവണ ജനിക്കുകയും മഹാവിഷ്ണുവിനെ മാത്രം ഭജിച്ച് ജീവിച്ച് മരിച്ചു പോവുകയും ചെയ്യട്ടെ എന്നായിരുന്നു ഒന്ന്. അടുത്തതായി 3 തവണയും ദുഷ്ടന്മാരായി ജനിക്കുകയും 3 തവണയും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാൽ നിഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നായിരുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിച്ച ജയവിജയന്മാർ അധിക നാൾ മഹാവിഷ്ണുവിനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് 3 വർഷത്തെ ശാപം സ്വീകരിക്കുന്നു. ഇതിൻ പ്രകാരം കൃതായുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ചു. വരാഹം, നരസിംഹം എന്നീ അവതാരങ്ങളാൽ അവർ വധിക്കപ്പെടുന്നു. ത്രേതായുഗത്തിൽ ഇവർ രാക്ഷസന്മാരായ രാവണനും കുംഭകർണനുമായി ജനിക്കുന്നു. ഇവർ ശ്രീരാമബാണമേറ്റ് മരിച്ചു വീഴുന്നു. ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്രനുമായി ജനിക്കുന്നു. ഇവർ ശ്രീകൃഷ്ണനാൽ സംഹരിക്കപ്പെടുന്നു. ശ്രീമദ് ഭാഗവതം ഭാഗം 12 തൃതീയ സ്കന്ധം വരാഹാവതാരത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.